നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ കരക്കടിയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആലപ്പുഴയിൽ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. തത്തമ്പള്ളി സ്വദേശി ലിജോയ് ആന്റണിയാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. CPI ചേർത്തല മണ്ഡലം സമ്മേളനം നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ശമ്പള വർധന ആവശ്യപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി ജൂൺ 16 സൂചനാ പണിമുടക്ക് നടത്തുന്നു. വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിനമുണ്ട്, ഫാദേഴ്സ് ഡേ. അമ്മമാർക്കൊപ്പം കുട്ടികൾക്ക് തണലും കരുത്തുമൊരുക്കാൻ കഷ്ടപ്പെടുന്ന അച്ഛന്മാർക്ക് ആശംസകൾ. വിശദമായ വാർത്തകളിലേക്ക്. പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ കരക്കടിയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ജൂൺ 16, 18 തീയതികൾ മുതൽ അവ എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലും അടിയാൻ സാധ്യതയുള്ളതായി തീരസംരക്ഷണ സേന വിവരം കൈമാറിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷൻ ലിമിറ്റഡും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കപ്പലിൽ നിന്ന് വീണതെന്ന് സംശയിക്കുന്ന ഒരു വസ്തുവും കടൽ തീരത്ത് കണ്ടാൽ സ്പർശിക്കാൻ പാടില്ല. അവയിൽ നിന്ന് 200 മീറ്ററെങ്കിലും അകലം പാലിച്ച് നിൽക്കുവാൻ ശ്രദ്ധിക്കണം. ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച വസ്തു കാണപ്പെട്ട സ്ഥലം എവിടെയാണെന്ന വിവരം അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴയിൽ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ തത്തമ്പള്ളി സ്വദേശി ലിജോയ് ആന്റണിയാണ് മരിച്ചത്. പുന്നമട ഫിനിഷിംഗ് പോയിന്റിന് സമീപം രാജീവ് ജെട്ടിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. ആലപ്പുഴ തത്തമ്പള്ളി സ്വദേശി 32 വയസ്സുള്ള ലിജോയ് ആന്റണി ഉൾപ്പെടെ 3 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ രാജീവ് ജെട്ടിക്ക് സമീപമുള്ള വളവിൽ നിന്ന് കാർ കനാലിലേക്ക് വീഴുകയായിരുന്നു. ലിജോയ് കാറിനടിയിൽ കുടുങ്ങി. കൂടെയുണ്ടായിരുന്ന 2 പേർ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി ലിജോയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ടൈം ന്യൂസ്, ആലപ്പുഴ. CPI ചേർത്തല മണ്ഡലം സമ്മേളനം നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ചേർത്തല മണ്ഡല സമ്മേളനം ആരംഭിച്ചു. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ 2 ദിവസങ്ങളായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാവ് KK സിദ്ധാർത്ഥൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവയ്ക്ക് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ എല്ലാ സമരങ്ങൾക്കും അർത്ഥവും മോക്ഷയുമുള്ള അത്തരമെല്ലാ പോരാട്ടങ്ങൾക്കായി സജ്ജമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കാലം ആവശ്യപ്പെടുന്നു. അതുണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളെല്ലാം ചേർന്നാണ്. ആ പങ്ക് നിറവേറ്റുവാൻ, പാർട്ടിയെ പദ്ധതമാക്കാൻ ഈ സമ്മേളനത്തിൽ റിപ്പോർട്ടും ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസം പങ്കിട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ ചേർത്തലയിലെ നമ്മുടെ പാർട്ടിയുടെ മണ്ഡല സമ്മേളനം ആവേശപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു. മന്ത്രി P. പ്രസാദ്, TJ ആഞ്ചലോസ്, PV സത്യനേശൻ, അഡ്വക്കേറ്റ് S. സോളമൻ, TT ജിസ്മോൻ, അഡ്വക്കേറ്റ് G. കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് D. സുരേഷ് ബാബു, അഡ്വക്കേറ്റ് MK ഉത്തമൻ, NS ശിവപ്രസാദ്, അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. റഷ്യൻ ഭാഷയിലുള്ള 5 പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്ത CS സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി MC സിദ്ധാർത്ഥൻ സ്വാഗതം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം MC സിദ്ധാർത്ഥൻ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. ടൈം ന്യൂസ്, ചേർത്തല. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി ജൂൺ 16 സൂചനാ പണിമുടക്ക് നടത്തുന്നു. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി ജൂൺ 16 സൂചനാ പണിമുടക്ക് നടത്തും. 26 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനം. CITU, AITUC, BMS, STTU തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ശമ്പള വർധന ആവശ്യപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞ നവംബറിൽ ഉടമകൾക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടും ഇതേവരെ പ്രശ്നം പരിഹരിക്കാതെ നിഷേധ നിലപാടിലാണെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 2022 8 മാസം 19 തീയതി ഒരു ശമ്പള വർധന നടപ്പിലാക്കിയതിന് ശേഷം
അത് 1 വർഷത്തേക്കാണ് നമ്മൾ ശമ്പള വർധന നടപ്പിലാക്കിയത്. സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ട് ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ ശമ്പള വർധന നടപ്പിലാക്കിയത്. ആ ഒരു വർധനവിന് ശേഷം എല്ലാ വർഷവും ശമ്പളം വർദ്ധിപ്പിക്കാമെന്നുള്ള കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ കാലങ്ങളായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ആ എഗ്രിമെൻറ്റ് അവസാനിക്കുകയും തുടർന്ന് 2 വർഷത്തോളം ആ സ്ഥിതിയിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2024 കൊടുത്ത ഒരു പരാതിയിന്മേൽ ഈ കഴിഞ്ഞ 8 മാസത്തോളം വൈകിപ്പിക്കുകയും മുതലാളിമാർ കാണിക്കുന്ന ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാട്, തൊഴിലാളിക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളമോ വർദ്ധിപ്പിച്ച് കൊടുക്കാത്ത രീതിയിലുള്ള നിലപാടാണ് അവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 8ാമത്തെ ചർച്ചയാണിപ്പോൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ സംയുക്തമായിട്ടുള്ള ട്രേഡ് യൂണിയൻ എല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന 16-ാം തീയതി 16/6/2025 സൂചനാ പണിമുടക്കും 26/6/2025 സമ്പൂർണ്ണമായിട്ടുള്ള അനിശ്ചിതകാലത്തേക്കുള്ളൊരു പണിമുടക്കിന് നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശമ്പള വർധനവിന് ഡ്രൈവർക്ക് 160 രൂപയും കണ്ടക്ടർക്ക് 140 രൂപയും ക്ലീനർക്ക് 120 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം 2 കൊല്ലവും 8 മാസവും പൂർത്തി ആയിരിക്കുന്നു. 1 കൊല്ലം തികഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് പുതുക്കാം എന്ന് ഉടമകൾ സമ്മതിച്ചിരുന്നത്. ആ സമ്മതിക്കാത്തതിൻ്റെ ആ സാഹചര്യത്തിലാണ് CIT യൂണിയൻ നോട്ടീസ് കൊടുത്ത് വീണ്ടും ചർച്ച നടത്തിയത്. എന്നാൽ ഒരു വർധനവും നടപ്പിലാക്കാൻ ഉടമകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. യൂണിയൻ ആവശ്യപ്പെട്ടത് ഒരു 500 രൂപയുടെ വർധനവ് ഒരു തൊഴിലാളിക്ക് കിട്ടണം എന്നാണ്. ഇപ്പം നിലവിൽ ഒരു 1050 രൂപയാണ് ഒരു ഡ്രൈവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപയുടെ വർധനവ് ഈ സാഹചര്യത്തിൽ കിട്ടണം എന്നാണ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 9 തവണ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികളും ഉടമകളും ചർച്ച നടത്തിയിട്ടും പരിഹരിക്കാൻ ഉടമകൾ തയ്യാറാവുന്നില്ല. 2016 ജില്ലയിലെ തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്നുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ശമ്പള വർധന ഇതേവരെ നടപ്പാക്കിയിട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. ഒരു ബസ്സിൽ 3 ജീവനക്കാർ വേണമെന്ന സർക്കാർ നിബന്ധന അട്ടിമറിച്ച് 2 പേർ മാത്രമാക്കി. പല ഉടമകളും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ബന്ധുക്കളുടെ പേരിൽ സ്വന്തമാക്കുന്നുവെന്നും നേതാക്കൾ ആരോപിക്കുന്നു. വർഷം തോറും നടപ്പാക്കിയിരുന്ന ശമ്പള വർധന ജില്ലയിൽ മുടങ്ങിയിട്ട് 3 വർഷമായി. ഇതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്നും നേതാക്കൾ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിയർപ്പൊഴുകുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിവസമുണ്ട്, ഫാദേഴ്സ് ഡേ. അമ്മയ്ക്കൊപ്പം കുട്ടികൾക്കായി തണലും കരുതലും ഒരുക്കാൻ വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് ആശംസകൾ. കുടുംബത്തിൻ്റെ ഐശ്വര്യവും അടിത്തറയും അമ്മയാണെങ്കിൽ അച്ഛൻ ആണിക്കല്ലാണ്. അമ്മമാർ മക്കൾക്ക് കവചമൊരുക്കുമ്പോൾ അച്ഛന്മാർ അവർക്ക് തണലും സുരക്ഷയുമാകുന്നു. മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഉരുകിത്തീരുന്ന അച്ഛന്മാരെ പല ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അമ്മിഞ്ഞ പാല് പോലെ മധുരമുള്ളതാണ് അച്ഛൻ്റെ സ്നേഹവാത്സല്യവും. വീടിൻ്റെ ഐശ്വര്യമായി അമ്മമാർ മാറുമ്പോൾ കരുതലിൻ്റെ കവചമായി അച്ഛന്മാർ നിലകൊള്ളുന്നു. മാതൃദിനം പോലെ പ്രധാനപ്പെട്ടതാണ് അച്ഛന്മാരുടെ ദിനവും. ജൂൺ മാസത്തിലെ 3-ാം ഞായറാഴ്ചയാണ് ലോകം ഫാദേഴ്സ് ഡേ ആചരിക്കുന്നത്. മുഴുവൻ അച്ഛന്മാർക്കും ആശംസകൾ. വിൻമീഡിയ, ചേർത്തല. സംസ്ഥാനത്ത് ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം ജലമേളയ്ക്ക് ഒരുക്കങ്ങൾ തുടരുന്നു. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം വള്ളംകളിക്ക് ഒരുക്കങ്ങൾ തുടരുന്നു. ചമ്പക്കുളത്താറ്റിൽ മിഥുനമാസത്തിലെ മൂലം നാളിൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി നടക്കുന്ന മത്സരം ജൂലൈ 9-നാണ് നടക്കുന്നത്. 9 ജലരാജാക്കന്മാർക്ക് പുറമെ വെപ്പ് ഓടിവള്ളങ്ങളും മത്സരത്തിന് കൊഴുപ്പേകും. ഇതിനു മുന്നോടിയായി കുട്ടനാട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ജലോത്സവ സമിതിയുടെ തെരഞ്ഞെടുപ്പുമൊക്കെ നേരത്തെ നടന്നിരുന്നു. ജലമാമാങ്കത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ജേതാവിനെ കണ്ടെത്താനുള്ള പരിശീലന മാമാങ്കമായാണ് പ്രമുഖ ബോട്ട് ക്ലബ്ബുകളും ചുണ്ടൻവള്ള സമിതികളും കാണുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിന് അർഹരായുള്ള പ്രമുഖ ക്ലബ്ബുകളൊക്കെ മാസങ്ങൾക്ക് മുൻപ് വള്ളംകളി സമിതികളുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു. ക്ലബ്ബുകൾ കരാർ ഉറപ്പിച്ചതോടെ ഓരോ വള്ളങ്ങളുടെയും ന്യൂനതകളും ക്ഷതങ്ങളും ഒക്കെ മനസ്സിലാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി ഇതിനകം തന്നെ മത്സര സജ്ജമാക്കി കഴിഞ്ഞു. പ്രമുഖ ക്ലബ്ബുകളൊക്കെ ക്ഷമതയുള്ള ജലകായിക താരങ്ങളെ കണ്ടെത്താൻ സെലക്ഷൻ ട്രയലും നടത്തിയിരുന്നു. കഴിഞ്ഞ സീസണുകളിൽ മത്സരത്തിലേർപ്പെട്ട തുഴച്ചിൽക്കാരിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തവരെ നീക്കി പുതിയ അംഗങ്ങളെ കണ്ടെത്തുന്നതിനായാണ് സെലക്ഷൻ ട്രയൽ സംഘടിപ്പിച്ചത്.
ഇനി രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പരിശീലന തുഴച്ചിലിലെ നാളുകൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ശക്തമായ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടതിനാലാണ് പരിശീലന തുഴച്ചിൽ വൈകാൻ കാരണമായത്. മുഖ്യധാരാ ക്ലബ്ബുകളും വള്ളങ്ങളും അവരവർ പരിശീലനം നടത്താൻ നിശ്ചയിച്ച ജലാശയങ്ങളിലേക്ക് കൊണ്ടുപോകും. ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വഞ്ചിപ്പാട്ടിൻ്റെ താളവമുയരും. വേഗരാജാവിനെ കണ്ടെത്തുന്നതിനുള്ള കായിക താരങ്ങളുടെ കൈക്കരുത്തും ഇവിടെ പ്രകടമാകും. ടൈം ന്യൂസ്, ആലപ്പുഴ. മഴ കനക്കുന്നതോടെ ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കാലവർഷം കനത്തതോടെ ആലപ്പുഴ ജില്ലയിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി. ഒരാഴ്ച മുൻപുണ്ടായിരുന്ന കനത്ത മഴയിലെ വെള്ളം ഇപ്പോഴും പലയിടത്തും ഇറങ്ങിയിട്ടില്ല. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളും വീടുകളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവും വേലിയേറ്റവും മൂലം ജലനിരപ്പ് ഉയരുന്നുണ്ട്. സ്കൂളുകളടക്കം വെള്ളക്കെട്ടുകൾ തുടരുമ്പോൾ കിഴക്കൻ മേഖലയിലെ അതിശക്തമായ മഴ ജില്ലയിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആഴ്ത്തുന്നുണ്ട്. 24 മണിക്കൂറിൽ ജില്ലയിൽ മാവേലിക്കരയിലാണ് മഴ കൂടുതൽ പെയ്തത്. 76.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ചേർത്തലയിൽ 67 മില്ലിമീറ്റർ, കായംകുളം 54 മില്ലിമീറ്റർ, മങ്കൊമ്പ് 53.8, ഹരിപ്പാട് 48.4, കായംകുളം അഗ്രി 46.2 എന്നിങ്ങനെയാണ് മറ്റ് സ്റ്റേഷനുകളിലെ കണക്ക്. ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനായ നൂറിനാട് 51.5 മില്ലിമീറ്ററും രേഖപ്പെടുത്തി. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ ഇതുവരെ 30 എണ്ണം തുറന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ വരവനുസരിച്ചാണിത്. പമ്പ, അച്ചൻകോവിലാറുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴ മൂലം വരട്ടാറിന് തീരമിടിയുന്നത് തിരുവൻവണ്ടൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒറ്റമശ്ശേരിയിൽ കടലേറ്റവും രൂക്ഷമായിരിക്കുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല തെക്ക് പഞ്ചായത്തിൽ കരിപ്പേച്ചാലിന് സമീപം 5-6 വാർഡുകളിലായി 100-ലേറെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ചേർത്തല തെക്ക് പഞ്ചായത്തിൽ കരിപ്പേച്ചാലിന് സമീപം 5-6 വാർഡുകളിലായി 100-ലേറെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മഴക്കാലമെത്തുന്നതോടെ വീടടച്ചുപൂട്ടി ബന്ധുവീടുകളിലോ ദുരിതാശ്വാസ ക്യാമ്പുകളിലോ പോവുകയല്ലാതെ മറ്റു നിവർത്തിയില്ല ഇവരിൽ പലർക്കും. പതിറ്റാണ്ടുകളായി ഇവരനുഭവിക്കുന്ന ദുരിതത്തിന് കാരണം കരിപ്പേച്ചാലിലെ ഒഴുക്ക് നിലച്ചതാണ്. ചേർത്തല തെക്കിലെ പ്രധാന ജലസ്രോതസ്സാണ് കരിപ്പേച്ചാൽ. മഴക്കാലത്ത് നിറഞ്ഞു കവിയുന്ന ചാൽ 6 കിലോമീറ്റർ വടക്കോട്ടൊഴുകി അന്ധകാരിനടിയിലൂടെ കടലിൽ പതിക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങളായി കയ്യേറ്റങ്ങളും മാലിന്യമടിയുന്നതും ചാലിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി. കൃഷിയിടങ്ങൾ ഉൾപ്പെടെ മഴക്കാലത്ത് ഇവിടെ കനത്ത ദുരിതമാണ് നേരിടുന്നത്. മഴ കനക്കുന്നതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആഴ്ചകളോളം ഒട്ടേറെ കുടുംബങ്ങൾക്ക് താമസിക്കേണ്ടി വരും. മഴ തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ 12 കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറിയിരുന്നു. ഇതിൽ 4 കുടുംബങ്ങൾ ക്യാമ്പിൽ തുടരുന്നുമുണ്ട്. മഴ കടക്കുന്നതോടെ കൂടുതൽ കുടുംബങ്ങൾ ആശങ്കയിലാണ്. ടൈം ന്യൂസ്, ചേർത്തല. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കും. പള്ളിപ്പുറം കൃഷിഭവൻ മുതൽ ചെങ്ങണ്ടപ്പാലം വരെയാണ് ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ, തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ ദീപം തെളിക്കൽ, കൂട്ടയോട്ടം, വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിൽജ സലിം അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG രമണൻ, NK മോഹൻദാസ്, KK ഷിജി, ദീപീഷ്, ഹരികൃഷ്ണ ബാനർജി, സെക്രട്ടറി J സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതിയെയും ഭാരവാഹികളെയും തീരുമാനിച്ചു. TS സുധീഷാണ് ചെയർമാൻ. ഷിൽജ സലിം, വിജി രതീഷ് എന്നിവർ വൈസ് ചെയർപേഴ്സൺമാർ. J സന്തോഷാണ് കൺവീനർ. S സോജിത്ത് ജോയിന്റ് കൺവീനർ. ടൈം ന്യൂസ്, ചേർത്തല. മന്ത്രി P പ്രസാദിനോടൊപ്പം ഗാനമാലപിച്ചും ഓർമ്മകൾ പങ്കുവച്ചും വയോജനങ്ങൾ. മുതിർന്ന പൗരന്മാരോടുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി P പ്രസാദ്. മൈത്ര ഗവൺമെന്റ് വൃത്തസദനത്തിൽ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഉദ്ഘാടന വേദി കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെ സന്തോഷത്തിന്റെയും ഓർമ്മകളുടെയും ഭൂതകാലത്തിലേക്കുമുള്ള യാത്രയുമായി മാറി. വയോജനങ്ങൾ സമൂഹത്തിന്റെ ആദരവും സംരക്ഷണത്തിനും ഏറ്റവും അർഹതയുള്ളവരാണെന്നും അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമൂഹത്തിലും വീടുകളിലും അവർക്കൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വീടുകൾക്കുള്ളിൽ തന്നെ പുറമേ നിന്നുള്ള ആൾക്കാരല്ല, വീടുകൾക്കുള്ളിൽ മുതിർന്ന പൗരന്മാർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണ്. ഒരു വലിയ ചികിത്സ വേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരെയാണ് ചികിത്സിക്കേണ്ടത്? സവിശേഷ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന, സമൂഹത്തിലേക്ക് ഉന്നത നിൽക്കുന്നതെല്ലാം പറയുന്ന ഇടങ്ങളിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ആ അനിവാര്യതയിലേക്കാണ് ഈ ദീപശിഖാ റാലിയും ഈ തെരുവ് നാടകവും
ഈ യാത്രയും എല്ലാം ലക്ഷ്യമിടുന്നത് വയോജനങ്ങളുടെ എതിരായിട്ടുള്ള പീഡനങ്ങൾ, അതിക്രമങ്ങൾ തടയുന്നതിന് ഈ ഒരു ദിവസം സംസ്ഥാനത്തെമ്പാടും ഈ ഒരു ദിനം ആചരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇപ്പൊ നിൽക്കുന്ന സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ വയോജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ളതല്ല, നാളുകളിൽ വയോജനമാവാൻ പോകുന്നവർക്ക് കൂടിയുള്ള ഒരു കരുതലാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കായിക താരങ്ങളായ മുതിർന്ന പൗരന്മാർ നയിക്കുന്ന ദീപശിഖ റാലിയും പരിപാടിയുടെ ഭാഗമായി നടന്നു. പുന്നപ്രവയലാർ സമരസേനാനിയും സംസ്ഥാന വനിതാ രത്ന അവാർഡ് ജേതാവുമായ PK മേദിനി ദീപശിഖ വയോസേവന പുരസ്കാര ജേതാവ് K വാസന്തിക്ക് കൈമാറി. റാലി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. K വാസന്തി, തങ്കമ്മ, പൊന്നമ്മ, ഹരികൃഷ്ണൻ, തങ്കച്ചൻ, വിനി തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. VG മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനിമോൾ സാംസൺ, സുദർശനാഭായ്, ചേർത്തല തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം, ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അനിത തിലകൻ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ദാസപ്പൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബീൻ, ജില്ലാ വയോജന കമ്മിറ്റി അംഗങ്ങളായ G മോനി, C വാമദേവ്, B ശ്രീലത, സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധി CK സുകുമാരൻ, വൃദ്ധസദനം സൂപ്രണ്ട് ഐഷ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല റോട്ടറി ക്ലബിന്റെയും താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ വൈ ഡാനിയൽ ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടി വനിതകൾക്കായി സ്ത്രീ സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചേർത്തല റോട്ടറി ക്ലബിന്റെയും ചേർത്തല താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിൽ വൈ ഡാനിയൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ സ്ത്രീ സംരംഭകത്വ പരിപാടി വൈ ഡാനിയൽ ഫൗണ്ടേഷൻ ചെയർമാനും മുൻ റോട്ടറി ഗവർണറുമായ ഡോക്ടർ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേര് അഭ്യസ്ത വിദ്യരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു തൊഴിൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഉയര എന്ന പ്രോജക്റ്റ്. അതായത് സ്കൈ ഈസ് ദ ലിമിറ്റ്, എയിം ഹൈ, ഉയരത്തിലേക്ക് പോവുക, ഉയരത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഉയര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്നിപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലേഡീസിനാണ്, വിമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ടാണ്, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഇവിടെ നൽകുകയുണ്ടായത്. ഈ പ്രോജക്റ്റ് നൽകിയത് വൈ ഡാനിയൽ ഫൗണ്ടേഷൻ തയ്യൽ മെഷീൻ നൽകി എന്നുള്ളത് സംഭവം ശരിയാണ്. 500ഓളം തയ്യൽ മെഷീൻ കൊടുത്ത സമയത്ത് അന്നത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ബാബു. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് 3211 മുൻ ഗവർണർ K ബാബുമോൻ മുഖ്യാതിഥിയായി. പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ മീര ജോൺ പദ്ധതി വിശദീകരണം നടത്തി. ചേർത്തല താലൂക്ക് NSS സെക്രട്ടറി S ജയകൃഷ്ണൻ പദ്ധതി നടത്തിപ്പും വിശദീകരണവും നടത്തി. ചേർത്തല റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MSSS കമ്മിറ്റി അംഗം N രാമചന്ദ്രൻ സ്വാഗതവും വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് മായത്ര 5104 നമ്പർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ചേർത്തല മായിത്തറ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഹരിശ്രീ വനിതാ സമാജം, ഐശ്വര്യ സ്വയം സഹായ സംഘം എന്നിവയുടെ സംയുക്ത പൊതുയോഗവും ഇതോടൊപ്പം നടന്നു. കരയോഗം ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് MS ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പല വർഷങ്ങളായിട്ടും വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന അവസരത്തിൽ മന്ദിരവും അതുപോലെ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള ഹാളും ഒക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ ഈ കരയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി യോഗങ്ങളിൽ, നിരവധി ആയിട്ടുള്ള ചടങ്ങുകളിൽ ഒക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ താലൂക്കിലെമ്പാടും ഇന്ന് നിരവധി സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പുകള്, ഇതുപോലുള്ള ബുക്ക് വിതരണങ്ങള് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. NSS പ്രതിനിധി സഭാംഗം അഡ്വക്കേറ്റ് N രതീഷ് മുഖ്യ പ്രഭാഷണവും പഠനോപകരണ വിതരണവും നടത്തി. NSS യൂണിയൻ കമ്മിറ്റി അംഗം V ശ്രീകുമാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതി, പെൻഷൻ, ചികിത്സാ സഹായ, എൻഡോമെന്റ് എന്നിവ വിതരണം ചെയ്തു. വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ, ചന്ദ്രയാൻ പുരുഷ സ്വാശ്രയ സംഘം പ്രസിഡന്റ് NK ഷാജി, ഹരിശ്രീ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ശ്രീലേഖ, ഐശ്വര്യ വനിതാ സമാജം സ്വയം സഹായ സംഘം പ്രസിഡന്റ് P രാജേശ്വരി എന്നിവർ ആശംസകൾ നേർന്നു. കരയോഗം സെക്രട്ടറി PK ശശികുമാർ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ട്രഷറർ G രാജേഷ് കുമാർ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. SNDP യോഗം വനിതാ സംഘം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു.
വർദ്ധിച്ചുവരുന്ന രാസലഹരിയുടെ ഉപയോഗം യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിനെതിരെ SNDP വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ ആഹ്വാനപ്രകാരം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ്, ലഘുനാടകം മുതലായ പരിപാടികളും ഇതോടൊപ്പം നടന്നു. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത്. SNDP ചേർത്തല മേഖലാ ചെയർമാൻ KP നടരാജൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം മേഖലാ പ്രസിഡന്റ് ബിൻസി സനൽ അധ്യക്ഷത വഹിച്ചു. ബേബി ഷാജി സ്വാഗതം പറഞ്ഞു. സുനിത സേതുനാഥ്, ശോഭിനി രവീന്ദ്രൻ, അമ്പുളി അപ്പുജി, രജനി മുരളീധരൻ, ഷീന ബൈജു, ഉഷ പ്രസാദ്, PD ആശ, ജിഷ ആംസ്ട്രോങ്, ലീന റോയ് എന്നിവർ നേതൃത്വം നൽകി. SNDP ചേർത്തല മേഖലാ കൺവീനർ PD ഗഗാറിൻ, വൈസ് ചെയർമാൻ PG രവീന്ദ്രൻ, മേഖലാ കമ്മിറ്റി അംഗം R രാജേന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ G ഗംഗപ്രസാദ്, ധനേഷ്, ജയൻ വേളോർവട്ടം, സൈബർ സേന ചെയർമാൻ വിനോദ് കോയിക്കൽ, കൺവീനർ അജി ഇടപ്പുങ്കൽ, BK മധു തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥാനഭ്രംശം സംഭവിച്ച ധ്വജസ്തംഭത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ നടത്തി. തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ സ്ഥാനഭ്രംശം സംഭവിച്ച ധ്വജസ്തംഭത്തിന്റെ സംസ്കാര കർമ്മങ്ങളുടെ ഭാഗമായി ധ്വജോദ്വാസന ക്രിയ നടന്നു. തന്ത്രി കിഴക്കിനി മേക്കാട്ടുമന മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ഒട്ടേറെ ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. 2 ആഴ്ച മുൻപ് ശക്തമായ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിലെ കൊടിമരം ആനപ്പന്തലിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള കൊടിമരം അടിഭാഗത്തു നിന്നാണ് ഒടിഞ്ഞത്. തുടർന്ന് ചൈതന്യം ആവാഹിച്ചു മാറ്റിയ ശേഷമാണ് ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറക്കിയത്. ധ്വജസ്തംഭത്തിന്റെ സംസ്കാര കർമ്മങ്ങളുടെ ഭാഗമായി ധ്വജോദ്വാസന ക്രിയകളുടെ മുന്നോടിയായുള്ള കർമ്മങ്ങൾ 3 ദിവസമായി ക്ഷേത്രത്തിൽ നടന്നു വരികയായിരുന്നു. കൊടിമരത്തിലെ ചെമ്പുപറ മാറ്റിയ ശേഷം ക്ഷേത്രവളപ്പിൽ തെക്കുഭാഗത്തായാണ് സംസ്കാര കർമ്മം നടത്തിയത്. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ കരക്കടിയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആലപ്പുഴയിൽ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. തത്തമ്പള്ളി സ്വദേശി ലിജോയ് ആന്റണിയാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. CPI ചേർത്തല മണ്ഡലം സമ്മേളനം നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ശമ്പള വർധന ആവശ്യപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി ജൂൺ 16 സൂചനാ പണിമുടക്ക് നടത്തുന്നു. വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിനമുണ്ട്, ഫാദേഴ്സ് ഡേ. അമ്മമാർക്കൊപ്പം കുട്ടികൾക്ക് തണലും കരുത്തുമൊരുക്കാൻ കഷ്ടപ്പെടുന്ന അച്ഛന്മാർക്ക് ആശംസകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.